നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കന്യാസ്ത്രീകളുടെ മോചനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടി രൂപയുടെ വികസന പദ്ധതികൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിന്റെ ഉപനഗരമായി ശക്തൻ നഗർ മാറുമെന്ന് മേയർ MK വർഗീസ്. 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കൗൺസിൽ അംഗീകരിച്ചു. BJP സംസ്ഥാനതല ഡിവിഷൻ സമ്മേളനം പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേരള BJP അധ്യക്ഷനോട് ദില്ലിയിലെത്താൻ അമിത്ഷാ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അടുത്തു നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കന്യാസ്ത്രീകളുടെ മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മാർ ആൻഡ്രൂസ് താഴത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് BJP അധ്യക്ഷന്റെ പ്രതികരണം. അതിനിടെ രാജീവ് ചന്ദ്രശേഖറെ അമിത്ഷാ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. എത്രയും പെട്ടെന്ന് ദില്ലിയിലെത്താനാണ് നിർദ്ദേശം. ഇന്ന് ഉച്ചയോടെ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് പുറപ്പെടും. കന്യാസ്ത്രീകളെ എത്രയും വേഗം പുറത്തിറക്കണമെന്ന വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു. BJP അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ ആൻഡ്രൂസ് താഴത്തും പ്രതികരിച്ചു. ഇഷ്യൂവിനെ കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു റിക്വസ്റ്റ് ഞങ്ങളുടെ അടുത്ത് എത്തി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാ പറഞ്ഞ പോലെ മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു 2 വാക്ക് പറയും. എന്താണ് അവിടെ നടന്നത്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് എല്ലാം കുറച്ചൊരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സ് ആണ്. ഈ കൺവേർഷനും ഈ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സ് ആണ്. അവിടെ ഛത്തീസ്ഗഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1967 അവർ പാസ് ചെയ്തൊരു ബില്ലുണ്ട്, ആൻറ്റി കൺവേർഷൻ ബിൽ. അത് BJP വരുന്ന മുമ്പ് BJP 1980 ഫോം ചെയ്തത്. അതൊരു പഴയ ബില്ലാണ്. അവിടെ അതൊരു നിയമമാണ്. അത് നിയമം പാലിക്കണം എന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ആഗ്രഹം, അവരുടെ ഒരു റിക്വയർമെൻറ്റ്. അതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവിടുന്ന് പോകുന്ന കുട്ടികളോ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും അവർ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അത് കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക. അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു, മിഞ്ഞാന്നും പറഞ്ഞു. ഇതിന് രാഷ്ട്രീയം നാടകമായിട്ട് മാറ്റരുത്. ചിലർ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്, ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ്സ് ഉണ്ട്.
അത് നടക്കണം, അതിന് കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ കഴിയട്ടെ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിന് ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടിയുടെ വികസന പദ്ധതികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 8 പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും 3 പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പിലാക്കുകയാണെന്നും എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന വലിയ ലക്ഷ്യം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 680 കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അമ്മയും കുഞ്ഞും ബ്ലോക്കും യാഥാർത്ഥ്യമാകുമ്പോൾ നിലവിൽ 85,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മെഡിക്കൽ കോളേജ് 10 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ളതാകും. അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജ് വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ അക്കാദമിക് രംഗത്തും വലിയ മാറ്റം കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിനായി. സർക്കാർ മേഖലയിൽ 491 നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് 1280 BSc നഴ്സിംഗ് സീറ്റുകളായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടി. OP രജിസ്ട്രേഷൻ കണക്കനുസരിച്ച് 13.5 കോടി പേരാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇൻപേഷ്യന്റ് വിഭാഗത്തിലും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നവരുടെ ഗ്രാഫ് കൂടി. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ സൗജന്യ ചികിത്സയ്ക്ക് ക്ലെയിം ചെയ്ത 6.5 ലക്ഷം പേർക്കും സൗജന്യ ചികിത്സ നൽകാനായി. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്ന ശേഷം ഒരു വർഷം ഒരു കുടുംബത്തിന് പരമാവധി ഇൻഷുറൻസ് 30,000 രൂപയായിരുന്നു എന്നത് 5 ലക്ഷം രൂപയായി ഉയർത്തുവാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 8 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. 16.56 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച 3 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. ഡേ കെയർ, കീമോതെറാപ്പി സെന്റർ, തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി കം ഓഡിറ്റോറിയം നിർമ്മാണം എന്നിവയാണ് നിർമ്മാണം ആരംഭിച്ച പദ്ധതികൾ. തൃശൂർ മെഡിക്കൽ കോളേജ് അലൂമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ശങ്കുണ്ണി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ KK ശൈലജ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഷമീന, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റീന A തങ്കരാജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M രാധിക, ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം നടന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞത് ഇപ്പോൾ 85,000 സ്ക്വയർ ഫീറ്റ്, 85,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ടോട്ടൽ വിസ്തൃതി എങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അമ്മയും കുഞ്ഞും ബ്ലോക്കും ഉൾപ്പെടെ പണി പൂർത്തിയാകുമ്പോൾ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള മെഡിക്കൽ കോളേജായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് മാറാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എത്ര തുക വിനിയോഗിച്ചു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ കിഫ്ബിയിലൂടെ ഉൾപ്പെടെ കിഫ്ബിയിൽ 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, അതുകൂടാതെ ഒട്ടനേകം അല്ലാതെ പ്രോജക്റ്റുകൾ കിഫ്ബിയിലൂടെ നടത്തുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് 285 കോടി രൂപയാണ്, 285.5 കോടി രൂപ. അമ്മയും കുഞ്ഞും ബ്ലോക്കിന് 277 കോടി രൂപ. അങ്ങനെ നമ്മൾ ടോട്ടൽ ഒരു കണക്കെടുത്താൽ ഏതാണ്ട് 680-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ സാധ്യമാക്കുന്നതിന് ഇപ്പൊ കോടികൾക്കും ഒരു വിലയില്ലാതെ നമുക്ക് പറയുമ്പോൾ തൃശൂർ നഗരത്തിന്റെ ഉപനഗരമായി ശക്തൻ നഗർ മാറും. 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം അംഗീകരിച്ചു.
കഴിഞ്ഞ 37 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശക്തൻ നഗർ വികസനം യാഥാർത്ഥ്യമാവുകയാണ്. NR കൺസ്ട്രക്ഷനുമായുണ്ടായിരുന്ന വ്യവഹാരം ഈ കൗൺസിൽ മുൻകൈയെടുത്ത് അവസാനിപ്പിച്ച് 1000 കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികളാണ് ആരംഭിക്കാൻ പോകുന്നത്. ദുബായ് മോഡൽ മത്സ്യ മാംസ മാർക്കറ്റ്, ആധുനിക രീതിയിലുള്ള പച്ചക്കറി മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ദുബായ് മോഡൽ മോൾ, ആധുനിക രീതിയിലുള്ള ബസ് ഹബ്ബ്, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, റെസ്റ്റോറൻറ്റ്, ഓഫീസ് ഉൾപ്പെടെ കമേഴ്സ്യൽ ബിൽഡിംഗ്, ഡയാലിസിസ് സെൻറ്റർ, കൺവെൻഷൻ സെൻറ്റർ, റിക്രിയേഷൻ ക്ലബ്ബ്, കോർപ്പറേഷൻ ഓഫീസ് ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തത്. 1000 കോടി രൂപയുടെ ശക്തൻ നഗർ വികസന പദ്ധതി അംഗീകരിക്കാനും പുലിക്കളി മഹോത്സവം 2025 മുൻ വർഷങ്ങളെക്കാൾ ഭംഗിയായി കൂടുതൽ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായി ആഘോഷിക്കാനും സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ABC പദ്ധതിയുടെ 2ാം ഘട്ടം എന്ന നിലയിൽ തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഷെൽട്ടർ പദ്ധതി ആരംഭിക്കുന്നതിനും അപകടാവസ്ഥയിലുള്ള അയ്യന്തോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കുന്നതിനും ഉൾപ്പെടെ 30 അജണ്ടകളിൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാനതല ഡിവിഷൻ സമ്മേളനം തൃശൂർ പൂങ്കുന്നം ഡിവിഷൻ മുരളി മന്ദിരത്തിൽ വെച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വന്ന നിരവധി പേർക്ക് സംസ്ഥാന അധ്യക്ഷൻ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് വടൂക്കര SNDP യോഗം പ്രസിഡന്റും തൃശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ മുൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനുമായ സദാനന്ദൻ വാഴപ്പള്ളി, KSU മുൻ മണ്ഡലം ഭാരവാഹി ജോസ് വിൻ നെല്ലിശ്ശേരി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാജേഷ് മാനഴി, ശ്രീനിവാസൻ കളരിക്കൽ, വേലായുധൻ നായർ, മുൻ DCC ഓഫീസ് സെക്രട്ടറി മണികണ്ഠൻ എന്നിവരടക്കം 100ഓളം പ്രവർത്തകരും നേതാക്കന്മാരും BJP അംഗത്വം ഏറ്റെടുത്തു. കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. BJP മതവും ജാതിയും നോക്കാതെ സത്യസന്ധമായ ഇടപെടലാണ് നടത്തുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും BJP ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാരും സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷവും കോൺഗ്രസും സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് BJP. മുരളി മന്ദിരത്തിൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെയും പ്രിയ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S. സുരേഷ്, ദേശീയ നിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MB ഗോപി, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, അജി ഘോഷ്, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുജയ് സേനൻ, ഡോക്ടർ V. ആതിര, പൂർണിമ സുരേഷ്, സൗമ്യ സലേഷ്, ജില്ലാ സെക്രട്ടറിമാരായ NR റോഷൻ, നിജി KG, റിൻസൺ ചെവിടൻ, കൗൺസിലർമാരായ പ്രസാദ് N, രാധിക NV, അയ്യന്തോൾ ഏരിയ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. BJP വെസ്റ്റ് മണ്ഡലം സെക്രട്ടറി കൃഷ്ണമോഹൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി മുരളീനാഥ് നന്ദിയും പറഞ്ഞു. അവർക്ക് അവസരം വേണ്ടേ? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യാം, കുട്ടികളെ പുറത്തയക്കാം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിലിന് വേണ്ടി അവർ പുറത്തു പോവുക. അത് ഒരു നാട്ടിൽ ഏത് നാടാണെങ്കിലും അത് സസ്റ്റൈനബിൾ അല്ല. ഇത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത സിസ്റ്റേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണ്ണുത്തി സെന്റ് ആന്റണീസ് ഇടവക പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. റാലി വികാരി റവറൻഡ് ഫാദർ ഡേവിസ് ചിറമൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ നിതിൻ പൊന്നാരിയുടെ അധ്യക്ഷതയിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സദസ്സ് അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. റവറൻഡ് സിസ്റ്റർ സൗമ്യ മുഖ്യ പ്രഭാഷണം നടത്തി. ഏകോപന സമിതി കൺവീനറും കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റുമായ നോബി മേനാച്ചേരി സ്വാഗതവും KCYM കോർഡിനേറ്ററും അതിരൂപത KCYM ജനറൽ സെക്രട്ടറിയുമായ മേജോ മോസസ് നന്ദിയും പറഞ്ഞു. പ്രതിഷേധ ജ്വാല റാലിക്ക് കൈക്കാരന്മാരായ ജോണി കൂള, ആൻഡ്രു ചാലശ്ശേരി, ജോയ് പുളിക്കൻ, കത്തോലിക്ക കോൺഗ്രസ്, KCYM എന്നിവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മ അംഗങ്ങൾ, ഭക്ത സംഘടനാ അംഗങ്ങൾ, പ്രതിനിധി യോഗാംഗങ്ങൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്ത് മണലിത്തറ കിഴക്കേക്കര 5-ാം വാർഡ് ശുചിത്വ മിഷന്റെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ ശുചീകരണം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം AR കൃഷ്ണൻകുട്ടി നിർവഹിച്ചു.
6ാം വാർഡ് മെമ്പർ PT മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് JCB ഉപയോഗിച്ച് യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മണ്ണും കല്ലുകളും നീക്കം ചെയ്യുമെന്നും ഓഗസ്റ്റ് മാസം അവസാനിക്കും വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മെമ്പർ മണികണ്ഠൻ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ മണലിത്ര കിഴക്കേക്കര 5ാം വാർഡിൽ ആഗസ്റ്റ് 1-ാം തീയതി മുതൽ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മഴയിലും പ്രളയത്തിലും വന്നടിഞ്ഞ് കാലങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചാലുകൾ, ജനങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ റോഡിൻ്റെ അവസ്ഥ, ജനങ്ങൾ വഴിക്ക് വീഴുകയിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാർഡിലെ ആരോഗ്യ പ്രവർത്തകരുമായി ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഇന്ന് രാവിലെ ഇവിടെ നടക്കുന്നത്. രാവിലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ഞങ്ങളിവിടെ ശുചീകരണ പ്രവർത്തനങ്ങളായി മുമ്പ് വെട്ടി വീശി, അത് കഴിഞ്ഞ് മിഷീൻ കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ അടഞ്ഞ ചാല് JCB ഉപയോഗിച്ച് ഇവിടുത്തെ എല്ലാ തടസ്സങ്ങളും നീക്കി പൊതുജനങ്ങൾക്ക് ഈ വരുന്ന വർഷക്കാലം തീരുമ്പോഴേക്കും എല്ലാ ഭാഗത്തും മണലിത്ര ഈ വാർഡിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ എല്ലാ ശുചിത്വ പ്രവർത്തനങ്ങൾക്കും ഈ 1-ാം തീയതിയായി ഇന്ന് നേതൃത്വം നൽകുകയാണ്. ഈ നേതൃത്വത്തെ ഇവിടെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ സഹമെമ്പർ മണികണ്ഠൻ, അതുമാതിരി തന്നെ JPHN, ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു ശുചിത്വ സുന്ദര വാർഡാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം. ഒല്ലൂർ ഹെൽത്ത് സെന്ററിന്റെയും ജില്ലാ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നടത്തി. ഒല്ലൂർ സെന്റ് റാഫേൽ സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ASI B സന്തത് ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ മരിയ ടോം അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ഹെൽത്ത് സെന്റർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TT അലീന ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ട്യൂട്ടർ ലൈസി വർഗീസ്, MLSP വർഷ ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് മാർട്ടിൻ വർഗീസ്, സ്കൂൾ നോഡൽ ഓഫീസർ രേഖ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുക, ഇവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സെലക്ട് മുഹമ്മദ്, ജോണി ചിറ്റിലപ്പള്ളി, PJ തോമസ് മാസ്റ്റർ, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, PG ജയദീപ്, SA ആസാദ്, K അജിത് കുമാർ, ജിജോ കുര്യൻ, PJ രാജു, ഷാഹിദ റഹ്മാൻ, KT ജോയ്, NR രാധാകൃഷ്ണൻ, MH ഷാനവാസ്, ജേസൺ മാത്യു, CH ഹരീഷ്, പോൾസൺ തോളൂർ, ജെയിംസ് ചിറ്റിലപ്പള്ളി, TP ഗിരീശൻ, KK അബൂബക്കർ, അഡ്വക്കേറ്റ് TS മായാദാസ്, ജയൻ മംഗലം, N ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതേതരത്വം നിലവാക്കും. ആ മതേതരത്വത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ അടിത്തറ ഇളകിത്തുടങ്ങിയെന്നാണ്. പക്ഷേ ഇത്ര പരസ്യമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, രാജ്യത്തോട് ഏറ്റവും കൂറു പുലർത്തേണ്ട ഒരു ഗവൺമെൻറ് രാപ്പകൽ വർഗീയം പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി മുതൽ താഴോട്ട് MP-മാരും MLA-മാരും BJP പ്രവർത്തകരും ഇതുപോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉത്കണ്ഠയേക്കാളേറെ ഭയമാണ് ഉണ്ടാവുന്നത്. ഇടവേള. പൊന്നിൻ നൂലിൽ ചേരും നേരം
SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മണ്ണുത്തി വെറ്റിനറി കോളേജ് അലൂമിനി അസോസിയേഷന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ജനറൽ ബോഡി മീറ്റിംഗും സംഘടിപ്പിച്ചു. വെറ്റിനറി കോളേജ് അലൂമിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വൈസ് ചാൻസലർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് ഡീൻ ഡോക്ടർ K അല്ലി, PO ബേബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ ജനറൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ J അബ്രഹാം, ഡോക്ടർ M ഗംഗാധരൻ നായർ എന്നിവരെ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്തു. ഒല്ലൂക്കര സെന്റ് ജോസഫ് ഇടവകയിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധം. ഛത്തീസ്ഗഡിലെ ദുർഗിൽ 2 കന്യാസ്ത്രീകൾ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത അതിക്രമത്തിനെതിരെ ജൂലൈ 30 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒല്ലൂക്കര സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ മെഴുകുതിരികൾ കൊളുത്തിയും പ്രാർത്ഥന നടത്തിയും പ്രതിഷേധിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ 14 യൂണിറ്റുകളിൽ നിന്നുമായുള്ള ഇടവക അംഗങ്ങൾ പങ്കെടുത്തു. പള്ളി വികാരി റവറൻ ഫാദർ മാത്യു വെട്ടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. പള്ളി കൈക്കാരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ വിശദീകരണം നടത്തി. സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾക്കെതിരെ തൃശൂർ റൂറൽ പോലീസിന്റെ കരുതലായി കാവലായി ആക്ഷൻ 3. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജോയ് PR, ഇരിങ്ങാലക്കുട DYSP സുരേഷ് KG, കൊടുങ്ങല്ലൂർ DYSP VK രാജു, ചാലക്കുടി DYSP ബിജുകുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 182 സ്കൂൾ പരിസരങ്ങളിൽ പരിശോധന നടത്തി. 1314 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 317 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 16 വാഹനങ്ങൾ പിടിച്ചെടുത്തു. അടിപിടി കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഷജീർ റിമാൻഡിൽ. പ്രതി പഴുവംപറമ്പിൽ വീട്ടിൽ സദാം എന്ന് വിളിക്കുന്ന ഷജീറിനെ അന്തിക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ മതിലകം, കയ്പമംഗലം, അന്തിക്കാട്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS അരിൻ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, ASI വിജയൻ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മണികണ്ഠൻ, വിനീത്, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടവേള.
ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ആക്രമണം, 2 പ്രതികൾ റിമാൻഡിൽ. വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളായ ഒളരി പുല്ലഴി സ്വദേശികളായ പണിക്കൻ വീട്ടിൽ ലിനു, പുളിക്കൻ വീട്ടിൽ സിനീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, CPOമാരായ ജിനേഷ്, ലെനിൻ, എബിൻ, CPO അബീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാനസികാസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളായ പുല്ലൂർ തുറവൻകാട് സ്വദേശി തെക്കൂട്ട് വീട്ടിൽ സനീഷ്, പുല്ലൂർ തുറവൻകാട് സ്വദേശി മരോട്ടിച്ചാൽ വീട്ടിൽ അഭിത് എന്നിവരെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ അനിത് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. സനീഷ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. അഭിത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിലും അശ്രദ്ധമായി വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ പ്രിജു, സോജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, രഞ്ജിത്ത്, അൻവറുദ്ദീൻ, ഗോപകുമാർ, സതീഷ്, അഭിലാഷ് എന്നിവരാണ് കേസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതി അച്ചു എന്ന് വിളിക്കുന്ന അക്ഷയ് റിമാൻഡിൽ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദീപിന്റെ മൊഴിയിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയായ അക്ഷയ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലും ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസിലും 1 കവർച്ചാ കേസിലും 1 അടിപിടി കേസിലും വിയൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് കടത്തിയ 2 കേസിലുമടക്കം 7 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, GSI ജോയ് തോമസ്, ഡ്രൈവർ SCPO പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കന്യാസ്ത്രീകളുടെ മോചനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടി രൂപയുടെ വികസന പദ്ധതികൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിന്റെ ഉപനഗരമായി ശക്തൻ നഗർ മാറുമെന്ന് മേയർ MK വർഗീസ്. 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കൗൺസിൽ അംഗീകരിച്ചു. BJP സംസ്ഥാനതല ഡിവിഷൻ സമ്മേളനം പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.